വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്നലെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മുഴുവൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ മഞ്ജു വാര്യർ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ മഞ്ജു വാര്യർ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു ഭാഗം വായിക്കുന്ന സമയത്തും അത് മഞ്ജു വാര്യറാണ് എന്ന് തോന്നിപ്പോകുന്നുമുണ്ട്. അപ്പം എന്തിനാണ് ഇങ്ങനെ ആളുകളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതല്ലേ? ഏകദേശം 1 കോടിയിലധികം പൈസ ചെലവാക്കിയിട്ടുള്ള ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്ന സമയത്ത് അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ പേരുകൾ പുറത്തുവിടുക തന്നെ ചെയ്യണം. ഇതിൽ മൊഴി കൊടുത്തിട്ടുള്ള എല്ലാ ആളുകളും കൃത്യമായിട്ടുള്ള എവിഡൻസും അത് വീഡിയോസിന്റെ രൂപത്തിലായാലും സ്ക്രീൻഷോട്ടിന്റെ രൂപത്തിലായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട്സിന് മുന്നാകെ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ എന്തിനാണ് അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇവർ ഓരോ സൂപ്പർ സ്റ്റാറുകളായതുകൊണ്ടാണോ? അവർ സൂപ്പർ സ്റ്റാറോ ആരും ആവട്ടെ, ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെ സൊസൈറ്റിക്ക് മുന്നിൽ കൊണ്ടുവന്ന് അവരുടെ മുഖം മൂടി വലിച്ചെറിയുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ഇത്തരം കൾപ്രിറ്റ്സിനെ എന്തിനാണ് സംരക്ഷിക്കുന്നത്? ഇവർ ഈ ഒരു ഫീൽഡിലല്ല വേറൊരു ഫീൽഡിലാണ് ഇത്തരം കാര്യങ്ങൾ നടന്നിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള പ്രിവിലേജ് ഇവർക്ക് ലഭിക്കുമായിരുന്നു. ഇവരുടെ പേരുകൾ പബ്ലിക്കിന്റെ മുന്നിൽ വെളിപ്പെടുത്താൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ നിരന്തരം ന്യൂസ് ചാനലുകളൊക്കെ കാണുന്ന ആളുകളാണ്. അപ്പോൾ ചെറിയ തെറ്റ് ചെയ്ത ആളുകളെ പോലും പബ്ലിക്കിന്റെ മുന്നിൽ വലിച്ചിഴച്ച് അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അവർക്കില്ലാത്തൊരു പ്രിവിലേജ് എന്തിനാണ് ഇവർക്ക് കൊടുക്കുന്നത്? ഇവരെ പോലുള്ള ആളുകളുടെ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആർക്കൊരു പ്രശ്നവും ഇല്ല. ഇഷ്ടംപോലെ കഴിവുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പുറത്ത് ഒരു ചാൻസിനായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിനയനെ പോലുള്ള ഡയറക്ടേഴ്സിന്റെ ഒക്കെ സിനിമകൾ നമ്മൾ കണ്ടോളും. ഇവരെ സിനിമകൾ തന്നെ കാണണമെന്ന് നമുക്ക് ആർക്കൊരു നിർബന്ധമില്ല. അപ്പോൾ മഞ്ജു വാര്യർ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. So she is the only one woman who stated repeatedly that there is no problem for women in cinema and that she had not even heard about any sexual harassment on any woman in cinema, which is far from truth എന്നാണ് മഞ്ജു വാര്യർ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം 2017 നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ധൈര്യപൂർവ്വം ഇതിന്റെ പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് മഞ്ജു വാര്യർ. അതുപോലെ തന്നെ WCC എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതിൽ മുൻനിരയിൽ നിന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് നമ്മുടെ മഞ്ജു വാര്യർ. അപ്പം ഇത്തരത്തിലൊരു വ്യക്തി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് കൊടുത്തു എന്ന് കേൾക്കുമ്പോഴത്തേനും അത് അവിശ്വസനീയമായിട്ടാണ് തോന്നുന്നത്. നടി ആക്രമിച്ച എന്ന വിഷയത്തിൽ ആക്രമിച്ചു എന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു വ്യക്തിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള മൊഴി കൊടുത്തിട്ടുള്ള ആളാണ് എന്നും കൂടെ നമ്മൾ ഓർക്കണം. പിന്നെ എന്തുകൊണ്ടായിരിക്കും മഞ്ജു ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടാവുക? ഉത്തരം സിമ്പിൾ ആണല്ലേ, നിലനിൽപ്പ്. എന്തായാലും ഈ ഒരു മൊഴി ഇൻഡസ്ട്രിയിൽ ചൂഷണം അനുഭവിച്ചിട്ടുള്ള എല്ലാ നടിമാരെയും വഞ്ചിക്കുന്ന ഒരു മൊഴി തന്നെയാണ്. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള മഞ്ജു വാര്യർ ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നത് വിശ്വസിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അറിഞ്ഞിട്ടേ ഇല്ല എന്ന് മാത്രമല്ല, ഇതുവരെ കേട്ടിട്ടേ ഇല്ല എന്ന് പറയുമ്പോഴത്തേനും അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടത് ഇവരെ അറിഞ്ഞിട്ടില്ല എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? എന്നിട്ടാണോ ആരോപണ വിധേയനെതിരെ മൊഴി കൊടുക്കാനായിട്ട് ഇവർ പോയത്? അപ്പോൾ ആ ഒരു മൊഴി സത്യസന്ധമല്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? മഞ്ജു വാര്യർ എന്നൊരു വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാൻ. സോ അവരുടെ അടുത്ത് നിന്നും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുമ്പോഴത്തേനും ഇത്രയും നാളും മഞ്ജു വാര്യർ സിനിമയ്ക്കകത്തും പുറത്തും അഭിനയിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളുടെ ഇടയിലായിരിക്കും ഇനി നമ്മൾ മഞ്ജു വാര്യറിനെയും കാണേണ്ടി വരിക. അപ്പം അത്തരത്തിലുള്ള ഒരാളുകളോട് എങ്ങനെയാണോ നമുക്ക് ഉള്ള വികാരം അത് തന്നെയായിരിക്കും മഞ്ജു വാര്യർ എടുത്ത് എനിക്കുണ്ടാവുക. അപ്പം ഇതുപോലെ ആലോചിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ മഞ്ജു വാര്യർ മാത്രമല്ല, പേരുകൾ പുറത്തു വരുന്നതോടുകൂടി നമ്മൾ മനസ്സിൽ ആരാധിച്ചിട്ടുള്ള പലരുടെയും മുഖങ്ങൾ വലിച്ചു കീറേണ്ടതായിട്ട് തന്നെ വരും. അപ്പോൾ ആ ഒരു നിമിഷത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ മഞ്ജു വാര്യർ എന്നൊരു വ്യക്തി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അത് അഫക്റ്റ് ചെയ്യുന്നത് താഴേക്കിടയിലുള്ള ഒരുപാട് സ്ത്രീകളെയാണ്. ഇത്തരത്തിലുള്ള മൊഴികൾ കൊടുക്കുന്ന സമയത്ത് സത്യസന്ധമായിട്ടുള്ള മൊഴികൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.